കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 4 ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റാണ് യൂണിറ്റ് 1 ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ദ വർക്ക് പ്ലേസ്, റിട്ടൺ ബൈ ഇവാൻ ആൻഡ്രീവ്. ഇതൊരു ആർട്ടിക്കിളാണ് കേട്ടോ. അപ്പോൾ ഇവാൻ ആൻഡ്രീവ് റൈറ്ററിനെ കുറിച്ചൊന്ന് പറയാം. ഒരു കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കോണ്ടന്റ് സ്ട്രാറ്റജി പ്രൊഫഷണൽ ആണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് വലാമിസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം എഴുതിയൊരു ആർട്ടിക്കിളാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ദ വർക്ക് പ്ലേസ്. അതാണ് നമുക്ക് ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഈ ടെക്സ്റ്റിൽ ആദ്യം ഇദ്ദേഹം ചോദിക്കുന്നത് വാട്ട് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ്, എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ്? നമ്മൾ IQ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. EQ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ അദ്ദേഹം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺസ് എബിലിറ്റി ടു ഐഡൻറ്റിഫൈ, അണ്ടർസ്റ്റാൻഡ്, മാനേജ് ആൻഡ് ഹാർനസ് ദെയർ ഓൺ ഇമോഷൻസ് ആൻഡ് ദോസ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ദം. അതായത് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് അവരുടെ കഴിവാണ്. എന്ത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്? സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഹാർനസ് മീൻസ് കൺട്രോൾ ചെയ്യാനുമുള്ളൊരു കഴിവ്. നമ്മളുടെ സ്വന്തം ഇമോഷൻസ് മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാനുള്ളൊരു കഴിവ്. അതോടൊപ്പം തന്നെ ചുറ്റുപാടുള്ളവർ, നമ്മളുടെ മാത്രമല്ല നമ്മുടെ പേഴ്സൺ അറ്റ് ദ അതർ എൻഡ്, അതായത് ചുറ്റുമുള്ള ആളുകളുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതനുസരിച്ച് പെരുമാറാനും നമ്മുടെ സ്വന്തം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മളോട് വളരെ ദേഷ്യത്തിൽ പെരുമാറി എന്ന് വയ്ക്കുക. ആ സമയത്ത് നമ്മൾ അതനുസരിച്ച് അയാളോട് തിരിച്ച് മറുപടി പറയാനോ നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? വളരെ മോശമായിരിക്കും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരാളാണെങ്കിൽ എന്താ ചെയ്യുക? ആ വ്യക്തി അപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ഈ വ്യക്തി പറയുന്നതെന്ന് മനസ്സിലാക്കി, ഇതൊരു ഓഫീസാണ്, ഇവിടെ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ഇത് എൻ്റെ വീടല്ല. അപ്പോൾ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം ഫീലിംഗ് മാത്രമല്ല മറ്റൊരാളുടെയും ഫീലിംഗ് മനസ്സിലാക്കി പെരുമാറാനുള്ള ഒരു കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് എ വൈറ്റൽ സ്കിൽ ഫോർ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹാസ് ബിക്കം ആൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അക്രോസ് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഇൻക്ലൂഡിംഗ് ദ വർക്ക് പ്ലേസ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപഴകാനുള്ള ഒരു കഴിവ്, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് എല്ലാ ഏരിയകളിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിസിപ്ലിനുകളിൽ ഇത് യൂസ് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഏരിയകളിലും, ഒരു വർക്ക് പ്ലേസിൽ മാത്രമല്ല എല്ലാവിടെയും ഇമോഷണൽ ഇൻ്റലിജൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാണ്. എക്സാമ്പിൾസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ആക്ഷൻ ഇൻ ദ വർക്ക് പ്ലേസ് ഇൻക്ലൂഡ്സ്. അതായത് ഇമോഷണൽ ഇൻ്റലിജൻസിന് എക്സാമ്പിൾസ്, വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്, എന്താണ് വർക്ക് പ്ലേസിൽ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൽ ഓരോ പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവരത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജാണ്. കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണൽ ക്രിറ്റിസിസം ആൻഡ് ചലഞ്ചിങ് ബിഹേവിയേഴ്സ്, നോട്ട് പീപ്പിൾ. അതായത് ഇപ്പോൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മളെക്കാളും താഴ്ന്ന ഒരു ഓഫീസർ അല്ലെങ്കിൽ താഴ്ന്ന തട്ടിലുള്ളൊരു ജോലിക്കാരൻ എന്തെങ്കിലും ഒരു മോശമായ ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളത് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാതെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ മാന്യമായിട്ട് അയാൾക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എന്നാൽ അയാൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വേണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നും കമ്പ്യൂട്ടർ ഓഫ് ചെയ്യാൻ മറന്നിട്ടായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി ബില്ല് വളരെയധികം ബാധിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് അയാളോട് പറയുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഓഫ് ചെയ്യാതെന്ന് പറഞ്ഞാൽ അയാളെ മറ്റുള്ളവർ മുന്നിച്ച് വഴക്ക് പറയുന്നതിനേക്കാളും നല്ലത് അയാളോട് കാര്യം പറയാം. നമ്മളുടെ ഈ കറണ്ട് ബില്ല് കൂടുമ്പോൾ നമ്മുടെ കമ്പനിയെയാണ് ബാധിക്കുക, അത് നമ്മളുടെ എല്ലാവരുടെയും ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ, ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം ചെയ്യണം. വിമർശിക്കുമ്പോഴും അത് അവർക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ വിമർശിക്കണം. ഓക്കെ, അത് പറഞ്ഞ് വിമർശനം ഒഴിവാക്കണം എന്നല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിമർശിക്കുന്നത് കൺസ്ട്രക്റ്റീവായിരിക്കണം എന്ന്, അതായത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. ഇനി അടുത്തത് സപ്പോർട്ടിങ് കൊളീഗ്സ് ത്രൂ റെക്കഗ്നൈസിങ് ദെയർ ഇമോഷൻസ് ആൻഡ് വർക്കിംഗ് ടു റെഡ്യൂസ് സ്ട്രെസ്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വളരെ സ്ട്രെസ്സിലാണെന്ന് വയ്ക്കുക. അപ്പോൾ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് പെരുമാറുക. അതാണ് ഇതിൻ്റെ അടുത്തൊരു
കമ്പനിയിൽ എങ്ങനെയാണ് ഇമോഷൻ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, കീപ്പിംഗ് കാം ആൻഡ് പ്രൊഡക്റ്റീവ് അണ്ടർ പ്രഷർ. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തിനുള്ള ഒരു ജോലി ചെയ്ത് തീർക്കണം എന്ന് പറയുമ്പോൾ അതൊരു പ്രഷറൈസ് സിറ്റുവേഷൻ ആണ് അല്ലേ. ആ സമയത്തും നമ്മൾ വളരെ കാമായിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്. വളരെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ആ വർക്ക് ചെയ്യും വേണം, എന്നാൽ വലിയ സ്ട്രെസ് ഇല്ലാതെ ടൈമൊക്കെ മാനേജ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അതാണ് മൂന്നാമത്തെ ഒരു പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താ, ഹെൽപ്പിംഗ് ടു റിസോൾവ് കോൺഫ്ലിക്ട്സ് ദാറ്റ് അറൈസ് ബിറ്റ്വീൻ ടീം മെമ്പേഴ്സ്. അതായത് ടീം മെമ്പേഴ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരിക്കും, എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് റിസോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യണം. റിസോൾവ് ചെയ്യാന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സോൾവ് ചെയ്യാൻ, സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത്, ക്രിയേറ്റിംഗ് എ വർക്ക് പ്ലേസ് വേർ പീപ്പിൾ ആർ ഫ്രീ ടു എക്സ്പ്രസ് ദംസെൽസ് ഓപ്പൺലി. ഒരു വർക്ക് സ്പേസ് ഉണ്ടാകുമ്പോൾ, ഒരു കമ്പനിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, അപ്പോൾ ഒരാളൊരു സജഷൻ പറയുകയാണ്. സജഷൻ പറയുമ്പോൾ മറ്റുള്ള ആളുകൾ കളിയാക്കി ചിരിച്ച പിന്നെ അയാൾ ജീവിതത്തിൽ സജഷൻ പറയുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയുള്ള വർക്ക് പ്ലേസ് ഉണ്ടാക്കിയെടുക്കണം? പീപ്പിൾ ആർ ഫ്രീ ടു എക്സ്പ്രസ് ദംസെൽസ് ഓപ്പൺലി. അവർക്ക് അവരുടെ ഒപ്പീനിയനും അവരുടെ സജഷൻസും അവരുടെ ഐഡിയാസും പറയാനുള്ള ഒരു സാഹചര്യം ചുറ്റുപാടും ഉണ്ടാക്കണം. അപ്പോൾ ചുറ്റുപാടും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഇല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്താൽ അത് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും അവരും പ്രാധാന്യപ്പെട്ട വ്യക്തികളാണ് എന്ന് അവർക്ക് സ്വയം തോന്നി. അതപ്പോൾ ഒരു കമ്പനിയുടെ ഒരു ഓവറോൾ, അതായത് ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഏരിയയിൽ ഇദ്ദേഹം ചോദിക്കുന്നത്, വൈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വർക്ക് പ്ലേസ്. എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ജോലി സ്ഥലത്ത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാകുന്നത് എന്നാണ്. ഓക്കെ, അതിൽ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ആണ്, വർക്കിംഗ് ടുവേർഡ്സ് ദ ഓർഗനൈസേഷൻസ് ഗോൾസ് റിഗാർഡ്ലെസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് അറൈസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഓർഗനൈസേഷനിൽ വരുത്തുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഓർഗനൈസേഷൻ്റെ ഗോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പല തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഓർഗനൈസേഷൻ്റെ ഗോളിന് വേണ്ടിയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾക്ക് ഈ കമ്പനിയുടെ ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സെക്കൻഡ് വൺ, ഗ്രേറ്റർ മോട്ടിവേഷൻ എമംഗ് സ്റ്റാഫ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഓൺ ഇമോഷൻസ് ആൻഡ് ദോസ് ഓഫ് ദെയർ കൊളീഗ്സ്. വേറൊരു ഗുണം, ഇമോഷൻ ഇൻ്റലിജൻസ് ഉള്ള ഒരു ഏരിയയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ പ്രത്യേകത, അതായത് സ്റ്റാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇമോഷൻസ് മനസ്സിലാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ. ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ജോലിക്ക് വരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. ഇനി അടുത്തത്, ഹെൽത്തി കമ്മ്യൂണിക്കേഷൻസ് ദാറ്റ് പ്രൊഡ്യൂസസ് കോമൺ ഗോൾസ് അക്രോസ് ദ ബിസിനസ്. ഈ ബിസിനസ്സിൽ ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോള് നേടാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ എല്ലാവരുമായിട്ട് നടക്കും. എംപ്ലോയീസ് ആയാലും എംപ്ലോയർ ആയിട്ടായാലും എല്ലാം ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഈ കമ്പനിയുടെ ഗോൾ നേടാൻ വളരെ ഈസി ആയിരിക്കും. ഇനി അടുത്തത്, ദ വർക്ക് പ്ലേസ് ഹാവിങ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെൻ ഇറ്റ് കംസ് ടു ദ ജോബ് അറ്റ് ഹാൻഡ്. ജോബ് അറ്റ് ഹാൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി, കറൻ്റ്ലി ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു നല്ല റിസൾട്ട്, പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അപ്പോൾ ചെയ്യുന്ന ജോലി അവർ നല്ല രീതിയിൽ അവർ ചെയ്യും. ഇനി അടുത്തത്, ദ വർക്ക് പോസിറ്റീവ് റിലേഷൻഷിപ്സ് ആൻഡ് ഡീപ്പർ കണക്ഷൻസ് ബിറ്റ്വീൻ എംപ്ലോയീസ്. എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും, പരസ്പരം ഡീപ്പർ കണക്ഷൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഫ്ലെക്സിബിലിറ്റി. ഹൈ EI മീൻസ് എംപ്ലോയീസ് ക്യാൻ റെസ്പോണ്ട് ടു ചേഞ്ച് ഇഫക്റ്റീവ്ലി ആൻഡ് ഹാൻഡിൽ എനി അഡീഷണൽ സ്ട്രെസ് ഇറ്റ് ബ്രിങ്സ്. അതായത് ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഒരു മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് പറ്റില്ല എന്ന് ആരും പറയില്ല. കാരണം എല്ലാവരും നല്ലൊരു ആംബിയൻസിലല്ലേ നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഒരു ചേഞ്ച് വരുമ്പോൾ അവർ നല്ല ഇഫക്റ്റീവായിട്ട് അവർ അതിന് തയ്യാറാവാൻ ആവും. അതുപോലെ തന്നെ ഒരു അഡീഷണൽ സ്ട്രെസ് വരുമ്പോൾ അവർക്ക് ആ ചേഞ്ച് കൊണ്ട് വരുന്ന അഡീഷണൽ സ്ട്രെസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫീസിൽ പെട്ടെന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാണ്. അപ്പോൾ അവർക്ക് ആ മാറ്റം പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളുള്ള വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവർക്കത് ആ ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് അവർ എന്താ പറയുക, വലിയ സ്ട്രെസ്സില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കും. അടുത്തത്, ഇംപ്രൂവ്ഡ് എഫിഷ്യൻസീസ് വിത്ത് എംപത്തറ്റിക് സ്റ്റാഫ് മേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ എവറി വൺ ഇൻവോൾവ്ഡ്. അതായത് സ്റ്റാഫ് വളരെ എംപത്തറ്റിക് ആയിരിക്കും. എംപത്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റുള്ളവരുടെ ഫീലിംഗ് നമ്മളുടെ സ്വന്തം അവസ്ഥ ഫീലിംഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് എംപതി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹാനുഭൂതിയൊക്കെ ഉള്ളത് കൊണ്ട് എന്തുണ്ടാവും,
അപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഏതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ആ ഒരു കമ്പനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുക, ആ കമ്പനിയിലുള്ള എല്ലാ ആളുകൾക്കും എന്താണ് വേണ്ടത്, അവരുടെ അവസ്ഥ എന്താണ്, അതനുസരിച്ചിട്ട് കമ്പനിയിലെ ഒരു എന്താ പറയുക സ്മൂത്ത് ഫങ്ഷനിങ്ങിലേക്ക് അത് ലീഡ് ചെയ്യും. ഇനി അടുത്തത് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസീസ് വിത്ത് എംപത്തറ്റിക് സ്റ്റാഫ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് കരിയർ പ്രോഗ്രഷൻ ഉണ്ടാവും. സ്റ്റാഫ് വിത്ത് ഹൈ EIR ലൈക്ലി ടു എക്സൽ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻസ്, അതായത് ജോലിയിൽ തന്നെ ഒരു ഉന്നമനം ഉണ്ടാവും, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പ്രൊമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. അപ്പോൾ ജോലിയിലുള്ള എല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ക്വാളിറ്റി വളരെ ഹൈ ആയിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവർ പറയുന്നത് ഡാനിയൽ ഗോൾമാൻസ് പില്ലേഴ്സ് ഓഫ് EI, അതാണ്. അപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പില്ലേഴ്സ് എന്ന് പറയുന്ന ഇതാണ് ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ ഭയങ്കര കോംപ്ലക്സ് കോൺസെപ്റ്റാണ്, വളരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരിതാണ്. അയാൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡാനിയൽ ഗോൾമാൻ്റെ കമ്പോണൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് അടുത്ത പേജിൽ ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 5 എന്നുള്ള ഇട്ടിരിക്കുന്നിടത്താണ് കമ്പോണൻസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ബൈ ഡാനിയൽ ഗോൾമാൻ. അപ്പോൾ എന്തൊക്കെയാണ് കമ്പോണൻസ് നോക്കാം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് സെൽഫ് അവെയർനെസ്, അതായത് സെൽഫ് അവെയർനെസ് ആണ് ഒന്നാമത്തെ പോയിന്റ്. ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ ഇമോഷൻസ്, സ്ട്രെങ്ത്സ് ആൻഡ് ലിമിറ്റേഷൻസ്. നമ്മൾ എവിടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മളുടെ ഇമോഷൻസിനെയും ഏത് സിറ്റുവേഷനിലും നമ്മുടെ വികാരങ്ങളെയും നമ്മളുടെ വീക്ക്നെസ്സിനെ കുറിച്ച് സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം. അത് ശരിക്കും അതിന് പറയും ഇമോഷണൽ സെൽഫ് അവെയർനെസ്. നമ്മളുടെ കഴിവുകൾ മാത്രമല്ല നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കണം. ഓക്കെ, രണ്ടാമത്തെ സെൽഫ് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അലൗസ് മാനേജ് ദ ഇമോഷൻസ് ആൻഡ് റീപ്രൊഡ്യൂസ് ദ ഡിസൈഡ് റെസ്പോൺസസ്. നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും, ആ ഡിസൈഡ് ആയിട്ടുള്ള റെസ്പോൺസും കൊടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ കുറച്ച് സബ് പോയിൻറ്റ്സ് ആണ് ഇമോഷണൽ സെൽഫ് കൺട്രോൾ, അഡാപ്റ്റബിലിറ്റി. ഇമോഷണൽ സെൽഫ് കൺട്രോൾ എന്ന് വെച്ചാൽ സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ്. അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റേഷൻ, അതായത് അച്ചീവ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. പോസിറ്റീവ് ഔട്ട്ലുക്ക്, എല്ലാത്തിനെ കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്, കാഴ്ചപ്പാട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത കമ്പോണൻ്റാണ്, മൂന്നാമത്തെ കമ്പോണൻ്റാണ് മോട്ടിവേഷൻ. നമുക്കറിയാം മോട്ടിവേഷൻ എന്താണെന്ന്. എൻജോയിങ് വാട്ട് യു ആർ ഡൂയിങ്, വർക്കിംഗ് ടുവേർഡ്സ് അച്ചീവിങ് ഗോൾസ് ആൻഡ് എക്സീഡിങ് ദ എക്സ്പെക്റ്റേഷൻ സെറ്റ് ഫോർ യു. അതായത് നമ്മൾ ചെയ്യണ ജോലി, എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് പരമാവധി എൻജോയ് ചെയ്ത് ചെയ്യുക, നമ്മളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക. നമ്മളെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഹെഡിനൊരു എക്സ്പെക്റ്റേഷൻ ആയിരിക്കും, അപ്പോൾ അതിനേക്കാൾ എക്സീഡ് ചെയ്ത് വർക്ക് ചെയ്യുക, കുറച്ചും കൂടെ മുകളിൽ, ഒരു പിടി മുകളിൽ വർക്ക് ചെയ്യുക. അതായത് ഗോൾസ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയും അതിൻ്റെ സബ് പോയിന്റ്. ഇനി നാലാമത്തെയാണ് സോഷ്യൽ അവെയർനെസ്, ദ എബിലിറ്റി ടു അക്യുറേറ്റ്ലി സെൻസ് ഹൗ അതർ പീപ്പിൾ ഫീൽ അബൌട്ട് എ സിറ്റുവേഷൻ. ഇപ്പം നമ്മൾ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് പ്രഷറൈസ് സിറ്റുവേഷൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാത്രം ഇമോഷൻസ് മനസ്സിലാക്കാതെ മറ്റൊരാളും ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളൊരു സെക്കൻഡ് പേഴ്സൻ്റെ തോട്ട് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഒരു ഫീലിംഗ് അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾ എങ്ങനെ ചിന്തിക്കുക, ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സബ് പോയിൻറ്റ്സ് ആണ് എംപതി, ഓർഗനൈസേഷണൽ അവെയർനെസ് എന്നൊക്കെ പറയും. ഈ കമ്പനീനെ കുറിച്ചുള്ള അവെയർനെസ്. എംപതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മറ്റൊരാളുടെ ഫീലിംഗ് നമ്മുടേതാണെന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും. അതാണ് എംപതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അഞ്ചാമത്തെയാണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ, കമ്പോണൻറ്റ്സ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ് ബൈ ഡാനിയൽ ഗോൾമാൻ പറഞ്ഞിട്ടുള്ള ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ 5 കമ്പോണൻറ്റ്സ് ആണ്. അഞ്ചാമത്തെയാണ് സോഷ്യൽ സ്കിൽ, allows to manage relationship that benefits everyone involved. അതായത് സോഷ്യൽ സ്കിൽ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇൻ്റർപേഴ്സണൽ സ്കിൽ, അഡാപ്റ്റബിലിറ്റി എല്ലാം പെടും. ഈ സോഷ്യൽ സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. കമ്പനിയിലുള്ള എല്ലാവരുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലം എവിടെയാണോ അവിടുത്തെ എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറച്ച് സബ് പോയിൻറ്റ്സ് ആണ് ഇൻഫ്ലുവൻസ്, കോച്ച് ആൻഡ് മെൻറ്റർ, കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ടീം വർക്ക്, ഇൻസ്പിറേഷണൽ ലീഡർഷിപ്പ്. മുൻപ് പറഞ്ഞ കാര്യങ്ങൾ പോലത്തെ തന്നെയാണിത്. ഓക്കെ, ഇനി അടുത്തത് ലെസൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്.
ഹൗ ടു ഇംപ്രൂവ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇൻ ദ വർക്ക് പ്ലേസ്. ഇനി വർക്ക് പ്ലേസിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു 5 പോയിന്റ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ പോയിൻ്റായിട്ട് പഠിക്കാം. പോയിന്റ് 1 ഇതാണ്, അണ്ടർസ്റ്റാൻഡിങ് യുവർ ഇമോഷൻ. അതായത് നമ്മൾ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതായത് 2 ക്വസ്റ്റ്യൻസ് അവരതിൽ തരുന്നുണ്ട്. വാട്ട് ഇമോഷൻസ് ഡു യു കറൻ്റ്ലി ഫീൽ അബൌട്ട് യുവർ വർക്ക് ഓർ യുവർ കൊളീഗ്സ്. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെയോ നമ്മുടെ കൊളീഗിൻ്റെ വർക്കിനെ കുറിച്ച് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു ദീസ് ഇമോഷൻസ് അഫക്ട് ദ പീപ്പിൾ അറൗണ്ട് യു. നമ്മുടെ ഇമോഷനോ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ ഇമോഷനെ ചുറ്റുപാടുള്ള ആളുകളെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, എങ്ങനെ ബാധിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അടുത്തത്, ആർ യു ലെറ്റിംഗ് നെഗറ്റീവ് ഇമോഷൻസ് അഫക്ട് ദ വേ യു ഇൻറ്ററാക്ട് വിത്ത് കൊളീഗ്സ് ഓർ പെർഫോം യുവർ വർക്ക്. നമ്മളുടെ മനസ്സിലോ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കൊളീഗ്സിലേക്ക് പോവേ അല്ലെങ്കിൽ നമ്മുടെ വർക്കിലേക്ക് ആ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പണ്ട് ടീച്ചേഴ്സൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളും കൊണ്ട് സ്കൂളിലേക്ക് വരും, എന്നിട്ട് കുട്ടികളൊക്കെ ഇട്ട് നല്ലപോലെ അടിക്കും, ദേഷ്യം മുഴുവൻ കുട്ടികളോട് തീർക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇമോഷൻസ് ഒന്നും ഒരിക്കലും ഈ ഒരു ജോലിനെയോ നമ്മുടെ ചുറ്റുപാടുള്ളവരെയോ ബാധിക്കാൻ പാടില്ല. നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കണം. അതാണ് ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ കൂട്ടാനുള്ള ആദ്യത്തെ കാര്യം പറഞ്ഞു, അണ്ടർസ്റ്റാൻഡിങ് യുവർ ഇമോഷൻസ്. നമ്മൾ നമ്മുടെ ഇമോഷൻസ് തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഇമോഷൻസ് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, ഫിയർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഇമോഷൻസ് നമ്മുടെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തെയാണ് ഗെറ്റ് ഫീഡ്ബാക്ക്. നമ്മളുടെ ഒരു സെൽഫ് അനാലിസിസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരാളോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമ്മൾ ചിന്തിക്കണം. അതായത് നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് ചിലപ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല. ഞാൻ ഭയങ്കര നല്ലതാണെന്ന് എല്ലാവരും പറയുള്ളൂ. എല്ലാവരും പറയും ഞാനാണ് ഏറ്റവും ബെസ്റ്റ്, ഞാൻ ഏറ്റവും നല്ല പെർഫോമർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മറ്റുള്ളവരോട് ചോദിക്കുക. ബോസിനോടോ ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ ഫാമിലിയോടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ റിയാലിറ്റി പറയും. റിയാലിറ്റി പറയുമ്പോൾ നമ്മൾ ആ ക്രിറ്റിസിസം, അവർ പറയുന്ന കാര്യത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ, ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം അതേഴ്സ്. ഇനി മൂന്നാമത്തെയാണ് റെസ്പോണ്ട്, ഡോണ്ട് റിയാക്ട്. അതായത് പെട്ടെന്ന് നമ്മുടെ ബോസ് രാവിലെ നമ്മളെ കുറേ ചീത്ത പറയാണ്. അപ്പം നമ്മൾ അവിടെ കിടന്ന് ഒച്ചെടുത്ത് കരയുക, അതൊന്നല്ല നിൽക്കണ്ടേ. നമ്മൾ അതിന് റിയാക്ട് ചെയ്യരുത്, നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്തൊരു വർക്കിൻ്റെ കുറ്റമായിരിക്കുക, അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പറയാം അത് ഇന്നതുകൊണ്ടാണ് ഞാനിത് ചെയ്ത്, എക്സ്പ്ലനേഷൻ കൊടുക്കാനോ അങ്ങനെ. അല്ലെങ്കിൽ ആ ബോസ് ദേഷ്യത്തിലാണെങ്കിൽ അപ്പോൾ ഒന്നും പറയണ്ട, പിന്നീട് അവർ കാമായിട്ടിരിക്കുന്ന സമയത്ത് ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഡിസഗ്രിമെൻറ്റോ എന്ത് വഴക്കോ വരുമ്പോൾ ആ വഴക്കിനനുസരിച്ച് തിരിച്ച് വഴക്ക് പറയാൻ നിൽക്കരുതെന്ന്. മനസ്സിലായോ? നമ്മുടെ മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ പുറത്തേക്ക് ചാടിക്കരുത്. കാരണം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? അത് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ റിലേഷൻഷിപ്പുകൾ നഷ്ടപ്പെടാനോ കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ പരമാവധി അവിടെ കൺട്രോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നമ്മൾ അവിടെ റിയാക്ട് ചെയ്യാൻ പോകരുത്. നമ്മൾ തന്നെ ഒന്നിരുന്ന് ചിരിച്ച് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ചിലപ്പോൾ കുറച്ച് നല്ലത്. അപ്പോൾ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യരുത്, റെസ്പോണ്ട് ചെയ്താൽ മതി. ഈ കാര്യം ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതെ, അത് ഒന്ന് ചിരിച്ചൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയാൽ അപ്പോൾ ആ സിറ്റുവേഷൻ ഒന്ന് സ്മൂത്താവും, ഒന്ന് കൂളാവും. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, ഈ വർക്ക് പ്ലേസിൽ ഇമോഷൻ ഇൻ്റലിജൻസ് കൂട്ടാനുള്ള അടുത്ത പ്രധാനപ്പെട്ട പോയിന്റാണ് ആക്റ്റീവ് ലിസണിങ്. അതായത് നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ വളരെയധികം തയ്യാറായിരിക്കണം. ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ആക്റ്റീവ് ലിസണിങ്ങിൽ പറയണ ഒരു കാര്യം കൂടി, നോൺ വെർബൽ ക്ലൂ എന്ന് പറയേണ്ടതിൽ അതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചാടിക്കയറിയൊന്നും ഒരു കാര്യം പറയരുത്. നമ്മുടെ ടേൺ വരുമ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കാവൂ. പിന്നെ ചില ആളുകൾ അവരുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. നോൺ വെർബൽ ക്ലൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മളിപ്പോൾ നമ്മുടെ കൊളീഗ്സ് എന്താ പറയാൻ പോണേന്ന് അത് കേട്ടതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാവൂ. അവർ പറഞ്ഞതൊന്നും കേൾക്കാണ്ട് നമ്മൾ ചാടിക്കയറി ഒന്നും പറയരുത്. അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് മറ്റുള്ളവരോട് പറയുന്ന പോയിന്റ് മാത്രമല്ല അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ച് അതനുസരിച്ച് സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ നമ്മൾ നമ്മുടെ കാര്യം പറയാവൂ. അല്ലാണ്ട് എടുത്ത് ചാടി ഒന്നും സംസാരിക്കുക അല്ലെങ്കിൽ ആക്ട് ചെയ്യരുത്. അതാണ് വളരെയധികം ശ്രദ്ധിക്കുന്നത്.
നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. മറ്റുള്ളവർ പറയുന്നത് എന്താണോ അത് കേൾക്കാൻ തയ്യാറാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് പ്രാക്ടീസാണ്. അതായത് ഇതത്ര ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമില്ല കേട്ടോ. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇമോഷൻ എന്ന് പറയുന്ന സംഭവം കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളത് കുറച്ച് എന്താ ചെയ്യേണ്ടത്, നമ്മൾ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം. ഈ നമ്മുടെ ഫീലിങ്ങുകളെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെ സെൽഫായിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ കുറേ കഷ്ടപ്പെടണം. അതായത് ഇപ്പോൾ നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയാം. ആദ്യമായിട്ടൊരു ജോലിക്ക് പോയി നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷെ നമ്മൾ പതുക്കെ ആദ്യത്തെ മാസം പോലെ ആവരുത്, നെക്സ്റ്റ് മന്ത് പതുക്കെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ ഈ ജോലി വർക്ക് പ്ലേസ് കുറച്ചും കൂടെ നല്ലൊരു ആംബിയൻസ് ആക്കി എടുക്കാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലെസണിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ ഞാൻ പറയാം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് നമ്മുടെ ഇമോഷൻസിനെ ഒരു സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അതാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ്. രണ്ടാമത് പറഞ്ഞത് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വർക്ക് പ്ലേസിൽ ഇമ്പോർട്ടൻ്റ് ആയത് എന്നാണ് പറഞ്ഞത്. നാലാമത് പറഞ്ഞത് ഡാനിയൽ ഗോൾമാൻ്റെ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ പില്ലേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത്. അതൊരു 5 പില്ലേഴ്സ് ഉണ്ടായിരുന്നു. സെൽഫ് അവെയർനെസ്, സെൽഫ് മാനേജ്മെൻറ്റ്, മോട്ടിവേഷൻ, സോഷ്യൽ അവെയർനെസ്, സോഷ്യൽ സ്കിൽസ്. ഇനി എങ്ങനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമ്പ്രൂവ് ചെയ്യുക വർക്ക് പ്ലേസിൽ എന്നാണ് പറഞ്ഞത്. അത് അണ്ടർസ്റ്റാൻഡിങ് യുവർ ഇമോഷൻസ്, പിന്നെ ഗെറ്റ് ഫീഡ്ബാക്ക്, റെസ്പോണ്ട്, ഡോണ്ട് റിയാക്ട്, ആക്റ്റീവ് ലിസ്ണിംഗ്, പ്രാക്ടീസ്. ഈ 5 പോയിന്റുകളാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ മെയിൻ പോയിന്റുകളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ലെസൺ മൊത്തത്തിൽ വായിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കോമൻ്റായിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ ലെസൺ യൂസ്ഫുള്ളാണെങ്കിൽ നിങ്ങൾ അത് യൂസ്ഫുള്ളാണ്, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എങ്കിൽ ഇന്ന മാറ്റങ്ങൾ വരുത്തിയാലാണ് ഞങ്ങൾക്ക് മനസ്സിലാവുക എന്ന് പറയുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അടുത്ത ദിവസം ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം നെക്സ്റ്റ് ഡേ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ലെസൺ കേൾക്കുക, അത് കഴിഞ്ഞ് അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കേൾക്കുക, പിന്നെ അടുത്ത ലെസൺസ് എന്തായാലും എത്രയും വേഗം ഇടാൻ ട്രൈ ചെയ്യുക. ഒരു മാസത്തിനുള്ളിൽ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ മറ്റുള്ള കോളേജുകളിലെ കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഏറ്റവും വേണ്ടത് എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അറിയേണ്ടത് കേട്ടോ. അതാണ് ഞാൻ വളരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.